മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്ററിന്റെ കർക്കിടക ഔഷധക്കഞ്ഞിയുടെ ഉപയോഗക്രമത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു ബോട്ടിലുള്ളത് ഒരാൾക്ക് 7 ദിവസം കഴിക്കാനുള്ള ധാന്യമാണ്. ഒരു നേരത്തേക്ക് 100 ഗ്രാം വച്ചാണ് നമ്മൾ കണക്ക് കൂട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും അത്രയും കഴിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ധാന്യങ്ങളെടുത്ത് കഴുകി കുതിർക്കുക. അതിനുശേഷം കഞ്ഞിയായിട്ട് വയ്ക്കുക. കഞ്ഞി പകുതി വെന്ത് കഴിയുമ്പോൾ അതിൽ സ്വല്പം നെയ്യ് ചേർക്കുക, മരുന്നുകളും ചേർക്കുക. കഞ്ഞി വാങ്ങി വെച്ചതിന് ശേഷം കുറച്ച് തേങ്ങ അരച്ച് ചേർക്കാവുന്നതാണ്. അതിനുശേഷം കറികളോട് കൂടിയാണ് ഇത് കഴിക്കേണ്ടത്. രാവിലെയോ വൈകിട്ടോ ഇഷ്ടം പോലെ കഴിക്കാവുന്നതാണ്. ഔഷധക്കഞ്ഞിയോടൊപ്പം മത്സ്യമാംസാദികളും തൈരും അച്ചാറും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അവിയൽ, തോരൻ, എരിശ്ശേരി, കാളൻ, മെഴുക്ക് പുരട്ടി, ഉപ്പേരി തുടങ്ങിയ ഏത് സാധനം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കർക്കിടക ഔഷധക്കഞ്ഞി സേവിക്കുന്ന 7 ദിവസം പരമാവധി വെജിറ്റേറിയനായിട്ട് ജീവിക്കുക. ബേക്കറി ഭക്ഷണങ്ങളും ഹോട്ടൽ ഭക്ഷണങ്ങളും ആവുമത്ര ഒഴിവാക്കുക. ബ്രഹ്മചര്യം പാലിക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 1/2 സ്പൂണ് ത്രിഫലാചൂർണം ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ച് കഴിക്കുന്നത് നല്ലതാണ്. ത്രിഫലാദി ചൂർണമോ ബൃഹത് ത്രിഫലയോ ഉപയോഗിക്കരുത്. ശുദ്ധമായ ത്രിഫലാചൂർണം കിട്ടിയില്ലെങ്കിൽ സുഖജീവൻ ലഭ്യമാണ്. കർക്കിടകക്കഞ്ഞി 7 ദിവസം മാത്രമല്ല, 14 ദിവസമോ 28 ദിവസമോ 30 ദിവസമോ ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത്രയും അധികം പ്രയോജനം ശരീരത്തിന് സിദ്ധിക്കുന്നതാണ്. ആരോഗ്യ സംബന്ധമായ വളരെ കൂടുതൽ വിവരങ്ങൾ സുഖജീവൻ യൂട്യൂബ് ചാനലിലുണ്ട്. നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊള്ളുന്നു.